ഒരു കൊലപാതകമോ മോഷണമോ നടത്തി തെളിവ് നശിപ്പിച്ചാൽ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്നാണ് പല കുറ്റവാളികളും ചിന്തിക്കുന്നത്. അതിനായി അവർ നടത്തുന്ന ആസൂത്രണമുണ്ട്, കൃത്യം നടത്തിയ ശേഷമുള്ള ആത്മവിശ്വാസവും. എന്നാൽ ഒരു കുറ്റകൃത്യം ചെയ്താൽ തെളിവ് എവിടെയെങ്കിലും അവശേഷിക്കാം, അല്ലെങ്കിൽ പോലീസിന് എന്തെങ്കിലും തുമ്പ് ലഭിക്കാം. കോട്ടയം അയർക്കുന്നത്തെ ദൃശ്യം മോഡൽ കൊലപാതകത്തിൽ ഒരു സംശയത്തിനും ഇടം നൽകാതെയുള്ള പ്രതിയുടെ നീക്കങ്ങൾ. എന്നാൽ ഭാര്യയെ കാണാനില്ലെന്ന പരാതിയും പിന്നീട് മക്കളെയും കുട്ടി ട്രെയിനിൽ നാടുവിടാൻ ശ്രമിച്ചതും സംശയത്തിലേക്ക് വിരൽ ചൂണ്ടി. അങ്ങനെയാണ് ഭർത്താവ് സോണിയെ പോലീസ് കുടുക്കിയത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് IT ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിയിലേക്ക് എത്തിയതും പോലീസിന്റെ അന്വേഷണ മികവാണ്. ആ കേസുകളിലേക്ക് പോകും മുൻപ് മലപ്പുറത്ത് യുവാവിനെ വ്യക്തിവിരോധത്തെ തുടർന്ന് കൊലപ്പെടുത്തിയ സംഭവമാണ് പോലീസ് പട്രോൾ ആദ്യം പരിശോധിക്കുന്നത്. സ്വാഗതം. അവനെ ഞാൻ കൊന്നു, ഇനി ഒരാളെ കൂടി വകവരുത്താനുണ്ട്. പിന്നാലെ കാട് വെട്ടുന്ന യന്ത്രവുമായി മൊയ്തീൻകുട്ടി നടന്നു നീങ്ങി. മലപ്പുറം മഞ്ചേരിക്ക് സമീപം ചാരങ്കാവിനെ നടുക്കിയ കൊലപാതകത്തിൻ്റെ കാരണം ഇപ്പോഴും അവ്യക്തമാണ്. പ്രതി മൊയ്തീൻകുട്ടിയെ നാട്ടുകാർ ചേർന്ന് പിടികൂടി പോലീസിന് കൈമാറി. കൊല്ലപ്പെട്ട പ്രവീണും മൊയ്തീനും ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ്. വ്യക്തിവിരോധത്തെ തുടർന്നുള്ള കൊലപാതകമെന്നാണ് സൂചന. പ്രതി ലഹരിക്കടിമയെന്ന് പോലീസ് പറയുന്നു. ഇയാൾ കൊലപ്പെടുത്താൻ ലക്ഷ്യമിട്ട രണ്ടാമൻ ആരാണെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. രാവിലെ 7 മണിയോടെയാണ് സംഭവം. കാട് വെട്ടുന്ന തൊഴിലാളികളാണ് പ്രവീണും മൊയ്തീനും കൊലപാതകത്തിന് ദൃക്സാക്ഷിയായ സുരേന്ദ്രനും. ജോലിക്ക് പോകാനായി എത്തിയ സുരേന്ദ്രൻ പ്രവീണിനെ കാത്തു നിൽക്കുകയായിരുന്നു. തൊട്ടടുത്ത് പ്രതിയായ മൊയ്തീൻകുട്ടിയുമുണ്ടായിരുന്നു. റോഡരികിലെ പുല്ല് വെട്ടുന്നതിനായാണ് കാടുവെട്ടി യന്ത്രം സുരേന്ദ്രന്റെ പക്കൽ നിന്നും ചോദിച്ചു വാങ്ങിച്ചത്. തൊട്ടടുത്ത നിമിഷം മൊയ്തീൻ പ്രവീണിന്റെ പിറകിലൂടെ വന്ന് കാടുവെട്ടി യന്ത്രം ഉപയോഗിച്ച് കഴുത്തെറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. ഒരു 6:40, 6:45 ഒക്കെ സമയമായിട്ടുണ്ടാവും. അതിൽ ആ സമയത്ത് പ്രവീൺ കൂടെ വന്ന് വണ്ടിയിൽ വന്ന് ഇറങ്ങി. ഞാൻ നിന്നപ്പോൾ തന്നെ ഈ മെയ്തി എന്ന് പറയുന്ന ചങ്ങായി ഇവിടെ ഈ ഷെഡിലിരിക്കുകയാണ്. അപ്പോൾ നേരെ വന്നിട്ട് എൻ്റെ വണ്ടിയിൽ നിന്ന് മെഷീൻ എടുത്തിട്ട് ഓണാക്കിയിട്ട് ബാക്ക് കൂടെ ചെന്നിട്ടാണ് കവുത്തിന് വെട്ടിയത്. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ പ്രവീൺ മരിച്ചു. സംഭവശേഷം ഓടി രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് എത്തി പിടികൂടുകയായിരുന്നു. എന്താണ് കൊലയ്ക്ക് പിന്നിലെ കാരണമെന്ന് വ്യക്തമല്ല. എന്നാൽ പ്രതിക്ക് പ്രവീണുമായി മുൻവൈരാഗ്യം ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന സൂചന. കസ്റ്റഡിയിലുള്ള ചാരങ്കാവ് സ്വദേശിയായ പ്രതി മൊയ്തീൻകുട്ടിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് 18 മലപ്പുറം. കോട്ടയം അയർക്കുന്നത്ത് ദൃശ്യം മോഡൽ കൊലപാതകം. പോലീസിന് തോന്നിയ ചില സംശയങ്ങളും CCTV ദൃശ്യങ്ങളുമാണ് പശ്ചിമ ബംഗാൾ സ്വദേശി അൽപ്പനയെ കൊലപ്പെടുത്തിയ കേസിന്റെ ചുരുളഴിച്ചത്. സംശയത്തെ തുടർന്ന് ഭർത്താവ് സോണി യുവതിയെ കൊന്നു കുഴിച്ചു മൂടിയെന്നാണ് പോലീസ് കണ്ടെത്തൽ. അയർക്കുന്നം എളപ്പാനിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന് സമീപത്താണ് മൃതദേഹം കുഴിച്ചു മൂടിയത്. ഈ വീട്ടിൽ ആളില്ലായിരുന്ന സമയത്താണ് കൊലപാതകം നടന്നതെന്നും പിന്നീട് അവിടെ കുഴിയെടുത്ത് മൃതദേഹം തള്ളുകയായിരുന്നുവെന്നും പ്രതി മൊഴി നൽകി. സംഭവത്തിന് ശേഷം മക്കളുമായി ട്രെയിനിൽ രക്ഷപ്പെടാനുള്ള നീക്കത്തിനിടെ എറണാകുളത്ത് വെച്ചാണ് സോണിയെ പിടികൂടിയത്. നാലാം തീയതി മുതൽ ഭാര്യ അൽപ്പനയെ കാണാനില്ലെന്ന പരാതിയുമായാണ് ഭർത്താവ് സോണി അയർകുന്നം പോലീസിനെ സമീപിച്ചത്.
16-ാം തീയതിയാണ് പരാതി നൽകിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി വീണ്ടും വിവരങ്ങൾ നൽകാൻ എത്തണമെന്ന് സോണിയോട് പോലീസ് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ പിന്നീട് എത്താതെ വന്നതോടെ നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുളുകൾ അഴിഞ്ഞത്. പോലീസ് അന്വേഷിക്കുമ്പോൾ ഇയാൾ ഇവരുടെ 2 മക്കൾക്കൊപ്പം ട്രെയിൻ മാർഗം സഞ്ചരിക്കുകയായിരുന്നു. അതിനിടെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 14-ന് രാവിലെ സോണി ഇളപ്പാനി ജംഗ്ഷന് സമീപത്തുകൂടി ഭാര്യയ്ക്കൊപ്പം നടന്നു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. എന്നാൽ സോണി മാത്രമാണ് തിരികെ പോകുന്നതായി ദൃശ്യത്തിലുള്ളത്. ഇതാണ് പോലീസിന് സംശയം തോന്നാൻ കാരണം. ഇതേ തുടർന്ന് റെയിൽവേ പോലീസാണ് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സോണിയെ കസ്റ്റഡിയിലെടുത്തത്. പിന്നാലെ നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ ഭാര്യയെ കൊന്നതായി ഇയാൾ മൊഴി നൽകി. ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിന് കാരണമായത്. നിർമ്മാണ തൊഴിലാളിയായ സോണി ഭാര്യയ്ക്കൊപ്പം അയർക്കുന്നത്തായിരുന്നു താമസം. ഇയാൾ നിലവിൽ ജോലി ചെയ്യുന്ന ഒരു വീടിന് സമീപം മൃതദേഹം കുഴിച്ചിട്ടുണ്ടെന്നായിരുന്നു മൊഴി. ഈ വീടിന്റെ മുൻപിലെ മുറ്റം ലെവൽ ചെയ്യാനാണ് വീട്ടുകാർ സോണിയെ വിളിച്ചത്. മറ്റാരും ഈ വീട്ടിലില്ലായിരുന്നു. ഭാര്യയും സോണിക്കൊപ്പം സഹായത്തിനായി പോകാറുണ്ട്. അവിടെ വെച്ച് ഇരുവരും തമ്മിൽ വഴക്കുണ്ടായി. ഇതിനിടെ പ്രതി ഭാര്യ അൽപ്പനയെ തലക്കടിച്ചു കൊന്നുവെന്നാണ് പോലീസ് പറയുന്നത്. അയർക്കുന്നം ഇളപ്പാനിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന് സമീപത്തു നിന്നും മൃതദേഹം കണ്ടെത്തി. ഇളപ്പുങ്കൽ ജംഗ്ഷന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന വീടിനോട് ചേർന്നാണ് മൃതദേഹം കുഴിച്ചു മൂടിയത്. മൃതദേഹം അഴുകിയ അവസ്ഥയിലായിരുന്നു. ആഴം കുറഞ്ഞ കുഴിയിലായിരുന്നു മൃതദേഹം. അതുകൊണ്ട് തന്നെ പോലീസ് പ്രതിയുമായി സംഭവ സ്ഥലത്തെത്തിയപ്പോൾ പുറത്തേക്ക് ദുർഗന്ധം വമിക്കുന്ന നിലയിലായിരുന്നു. കൊലപാതകം നടത്തിയ രീതിയടക്കം ഇയാൾ പോലീസിന് മുന്നിൽ വിശദീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് 18 കോട്ടയം. ഒരു കുഞ്ഞിന് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന നിരവധി ദമ്പതികളെ കണ്ടിട്ടുണ്ട്. ജനിക്കുന്നത് ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ആണെങ്കിലും ദൈവത്തിൻ്റെ അനുഗ്രഹമായി കാണുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ പെൺകുഞ്ഞുണ്ടായാൽ അതിന് ഭാര്യയെ കുറ്റപ്പെടുത്തുന്ന ആരെങ്കിലും ഉണ്ടോ? ഇക്കാലത്ത് അങ്ങനെയും ചില വെളിവില്ലാത്ത മനുഷ്യരെ കാണാം. അങ്കമാലിയിൽ പെൺകുട്ടി ജനിച്ചതിൻ്റെ പേരിൽ യുവതിയെ ഭർത്താവ് മർദ്ദിക്കുന്നതായി പരാതി. 2020 ഇവരുടെ വിവാഹം. പിറ്റേ വർഷം പെൺകുട്ടി ജനിച്ചു. അന്നു മുതൽ തന്നെ ഭർത്താവ് മർദ്ദിച്ചിരുന്നുവെന്നാണ് പരാതി. സംഭവത്തിൽ അങ്കമാലി സ്വദേശിയായ യുവാവിനെതിരെ പോലീസ് കേസെടുത്തു. വിശദമായ അന്വേഷണത്തിന് ശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. രണ്ടായിരത്തി 2020 യുവതിയും അങ്കമാലി സ്വദേശിയായ ഗിരീഷും തമ്മിലുള്ള വിവാഹം നടന്നത്. ആദ്യ ഒരു വർഷം ഇവർ തമ്മിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 2021 ഇവർക്ക് ആദ്യത്തെ കുഞ്ഞു പിറന്നു. അത് പെൺകുഞ്ഞായത് യുവതിയുടെ പ്രശ്നമാണെന്ന് ആരോപിച്ച് കഴിഞ്ഞ 4 വർഷമായി അതിക്രൂരമായാണ് ഗിരീഷ് യുവതിയോട് പെരുമാറിക്കൊണ്ടിരുന്നത്. മാനസികമായും ശാരീരികമായും വലിയ ആക്രമണമാണ് ഗിരീഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കഴിഞ്ഞ ദിവസമാണ് അങ്കമാലി ആശുപത്രിയിൽ യുവതിയെ അവശനിലയിൽ എത്തിച്ചത്. പോലീസ് ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ തന്നെ ഇത് ഗുരുതരമായി മർദ്ദനമേറ്റെന്ന് മനസ്സിലായി. പിന്നീട് ഉടനെ തന്നെ അങ്കമാലി പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി യുവതിയുടെ വിശദമായ മൊഴി എടുത്തപ്പോഴാണ് പെൺകുഞ്ഞ് പിറന്നത് തൻ്റെ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഗിരീഷ് കഴിഞ്ഞ 4 വർഷമായി തന്നെ മാനസികമായും ശാരീരികമായും അതിക്രൂരമായി മർദ്ദിക്കുന്നതായും വലിയ രീതിയിലുള്ള അസഭ്യം പറയുന്നതായും ഒക്കെ യുവതി പോലീസിന് മൊഴി നൽകിയത്. ഇതിനെ തുടർന്ന് അങ്കമാലി പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്തായാലും വനിതാ കമ്മീഷൻ അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഗിരീഷിനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് അങ്കമാലി പോലീസിന് വനിതാ കമ്മീഷൻ അടക്കം നൽകിയിരിക്കുന്ന നിർദ്ദേശം. പുത്തൻകുരിശ് സ്വദേശിയാണ് യുവതി. ഈ പോലീസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് യുവതി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. എന്തായാലും വിശദമായിട്ടുള്ള മൊഴി പോലീസ് യുവതിയുടെ ഭാഗത്തു നിന്നും എടുത്തിട്ടുണ്ട്. പോലീസിന്റെ FIR-ൽ പറയുന്നത് യുവതിയെ കഴിഞ്ഞ 4 വർഷമായി അതിക്രൂരമായ പീഡനത്തിനാണ് ഗിരീഷ് ഇരയാക്കിയത്.
അതും ഈ പെൺകുഞ്ഞ് പിറന്നത് ഗിരീഷിൻ്റെ യുവതിയുടെ കുറ്റമാണ്. അതോടൊപ്പം യുവതി വീട്ടുജോലി ചെയ്യില്ല, മറ്റ് ചില ആളുകളുമായി വഴിവിട്ട ബന്ധം യുവതിക്കുണ്ടെന്ന ആരോപണങ്ങളൊക്കെ ഗിരീഷ് ഉന്നയിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സംശയത്തെ തുടർന്നുള്ള പീഡനമാണ് യുവതിക്ക് മേൽ ഉണ്ടായിരുന്നതെന്നാണ് പോലീസിൻ്റെ FIRൽ വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ ദാരുണമായ സംഭവം തന്നെയാണ്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാടത്തം തന്നെയാണ് അങ്കമാലിയിൽ നിന്നും വന്നിരിക്കുന്നത്. ഇപ്പോഴും ഇന്നത്തെ കാലത്തും ഇത്തരത്തിലുള്ള സംഭവം, അതായത് പെൺകുഞ്ഞ് പിറക്കുന്നത് സ്ത്രീകളുടെ മാത്രം കുറ്റമാണെന്ന് കരുതുന്ന ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും കേരളത്തിൽ തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ വളരെ ലജ്ജാകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഗിരീഷ് ഇപ്പോൾ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. കൂടുതൽ വിശദമായ അന്വേഷണം നടത്തിയതിനു ശേഷമായിരിക്കും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുക. ഞാൻ അവൻ്റെ വെപ്പാട്ടിയാകണമെന്ന് പറഞ്ഞു. കടം തീർക്കാൻ ഒരു ലോൺ ആവശ്യത്തിനായി അയാളുടെ ഓഫീസിൽ പോയപ്പോൾ എൻ്റെ കൈ പിടിച്ചു, സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിച്ചു. ഭർത്താവില്ലെന്ന് കരുതി ഇങ്ങനെയൊക്കെ ചെയ്യാമോ? തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ജീവനൊടുക്കിയ വീട്ടമ്മ കണ്ണീര് കൊണ്ടെഴുതിയ ആത്മഹത്യാക്കുറിപ്പാണിത്. നെയ്യാറ്റിൻകരയിലെ നഗരസഭാ കൗൺസിലറും കോൺഗ്രസ് നേതാവുമായ ജോസ് ഫ്രാങ്കിളിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. വായ്പ നൽകണമെങ്കിൽ തനിക്ക് വഴങ്ങണമെന്നും ഓഫീസിൽ വെച്ച് ജോസ് ഫ്രാങ്ക്ലിൻ കടന്നു പിടിച്ചെന്നും കുറിപ്പിൽ പറയുന്നു. മരണശേഷം കത്ത് ജോസിനെ കാണിച്ച് കടം വീട്ടാനുള്ള 50 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി ആവശ്യപ്പെടണമെന്നും മകൻ എഴുതിയ കത്തിൽ അവർ വ്യക്തമാക്കുന്നു. പോലീസ് കേസെടുത്തതിന് പിന്നാലെ ജോസ് ഫ്രാങ്ക്ലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. നെയ്യാറ്റിൻകരയിൽ വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണ വിധേയനായ ജോസ് ഫ്രാങ്ക്ലിന് കോടതി ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് കേസിനാസ്പദമായ ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവരുന്നത്. കടുത്ത സാമ്പത്തിക ബാധ്യത നേരിട്ടിരുന്ന വീട്ടമ്മയെ വായ്പ തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഫ്രാങ്ക്ലിൻ തന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചതെന്ന് കത്തിൽ പറയുന്നു. തുടർന്ന് യുവതിയെ കടന്നു പിടിക്കുകയും സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുകയും ആരോപണ വിധേയന്റെ സ്വകാര്യ ഭാഗത്ത് കൈ പിടിച്ചു വെച്ചെന്നും കത്തിലുണ്ട്. വായ്പ നൽകണമെങ്കിൽ തനിക്ക് വഴങ്ങണമെന്നതായിരുന്നു ആവശ്യം. വിളിക്കുമ്പോഴെല്ലാം ചെല്ലണമെന്നും ആഴ്ചയിലൊരിക്കൽ എവിടെയെങ്കിലും വെച്ച് കാണണമെന്നും ഫ്രാങ്ക്ലിൻ ആവശ്യപ്പെട്ടതായും കത്തിൽ പറയുന്നു. എന്നാൽ ലോണിന്റെ കാര്യമായതുകൊണ്ട് തനിക്കൊന്നും മറുത്തു പറയാനായില്ലെന്നാണ് വെളിപ്പെടുത്തൽ. ഇങ്ങനെ വൃത്തികെട്ട് ജീവിക്കാനാകില്ലെന്ന് കത്തിൽ എഴുതി വെച്ചാണ് യുവതി ജീവനൊടുക്കിയത്. ഒപ്പം മരണശേഷം കത്ത് ജോസിനെ കാണിച്ച് കടം വീട്ടാനുള്ള 50 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തണമെന്നും മകൻ എഴുതിയ കത്തിൽ അവർ വ്യക്തമാക്കുന്നുണ്ട്. കടം വീട്ടാനുള്ളവരുടെ പണത്തിന്റെ കണക്കും എഴുതി വെച്ചാണ് വീട്ടമ്മ ആത്മഹത്യാക്കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ദിലീപ് നായകനായ പഞ്ചാബി ഹൗസ് നമ്മളെയേറെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത സിനിമയാണ്. സാമ്പത്തിക പ്രതിസന്ധി കാരണം നാടുവിട്ട യുവാവിൻ്റെ കഥയായിരുന്നു അത്. അതേപോലെ പഞ്ചാബി ഹൗസ് സിനിമ മോഡലിൽ ആത്മഹത്യ ചെയ്തെന്ന് വരുത്തി യുവാവ് നാടുവിട്ടൊരു സംഭവം പാലക്കാടുണ്ടായി. ഗുജറാത്ത് സ്വദേശിയായ ഹുനാലി സിറാജ് അഹമ്മദിനെ പിന്നീട് ബംഗളൂരുവിൽ നിന്നും കണ്ടെത്തി. ചെറുതുരുത്തി പാലത്തിന് മുകളിൽ കയറി ആത്മഹത്യ ചെയ്യുകയാണെന്ന് ഭാര്യയെ പറഞ്ഞ് ധരിപ്പിച്ച ശേഷം ഇയാൾ നാടുവിടുകയായിരുന്നു. ബന്ധുക്കളുടെ പരാതിയിൽ 3 ദിവസമാണ് ഭാരതപ്പുഴയിൽ തിരച്ചിൽ നടത്തിയത്. മലയാളത്തിലെ ജനപ്രിയ ചിത്രങ്ങളിൽ ഒന്നാണ് പഞ്ചാബി ഹൗസ്. കടം കയറി കടലിൽ ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അതിലെ നായകൻ പുതിയൊരു പേരിൽ മറ്റൊരു സ്ഥലത്ത് ജീവിക്കുന്നു. പിന്നീട് ഈ ചിത്രം ഹിന്ദിയിൽ ഉൾപ്പെടെ റീമേക്ക് ചെയ്ത് പുറത്തിറങ്ങിയിരുന്നു. ഇത് മാതൃകയാക്കി ആത്മഹത്യ ചെയ്തതാണെന്ന് വരുത്തി തീർത്ത് നാടുവിട്ട യുവാവിനെ ബാംഗ്ലൂരിൽ നിന്ന് പോലീസ് കണ്ടെത്തി. സെപ്റ്റംബർ 17-നാണ് ഗുജറാത്ത് സ്വദേശിയായ ഹുനാനി സിറാജ് അഹമ്മദ് ഭായ് ഷൊർണൂരിലെത്തുന്നത്.
തുടർന്ന് റബ്ബർ ബാൻഡുമായി ബന്ധപ്പെട്ട ബിസിനസ് ആവശ്യങ്ങൾക്ക് പാലക്കാട് വടക്കാഞ്ചേരി ഭാഗങ്ങളിൽ ചിലരെ നേരിൽ കണ്ടു. എന്നാൽ ഇടപാടുകാർക്ക് കൈയോടെ പണം നൽകിയാൽ മാത്രമേ കച്ചവടം നടക്കൂ എന്ന് വന്നതോടെ ഇയാൾ പ്രതിസന്ധിയിലാവുകയായിരുന്നു. നാട്ടിലെ ബിസിനസ് തകർന്ന് 50 ലക്ഷത്തോളം രൂപയുടെ സാമ്പത്തിക ബാധ്യത സിറാജിനുണ്ടായിരുന്നു. അത് മടക്കി നൽകാനുള്ള അവധി പിന്നിട്ടതിനാൽ മടങ്ങിപ്പോവാൻ കഴിയാതെയായി. ഇതോടെ ചെറുതുരുത്തി പാലത്തിന് മുകളിൽ കയറി പുഴയുടെ ഫോട്ടോ എടുത്ത് ആത്മഹത്യ ചെയ്യുകയാണെന്ന് ഭാര്യയെ ഫോണിൽ വിളിച്ച് പറഞ്ഞ് ചിത്രങ്ങളും അയച്ചു കൊടുത്തു. പിന്നാലെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങുകയായിരുന്നു. തുടർന്ന് ഗുജറാത്തിൽ നിന്നും വന്ന ബന്ധുവിന്റെ പരാതിയിൽ ഷൊർണൂർ പോലീസ് മിസ്സിംഗ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇയാൾ ഭാരതപ്പുഴയിൽ ആത്മഹത്യ ചെയ്തതാകാമെന്ന് കരുതി അഗ്നിരക്ഷാസേന, ചെറുതുരുത്തി നില ബോട്ട് ക്ലബ്, റെസ്ക്യൂവർ നിഷാദ് എന്നിവരുടെ സഹായത്തോടെ തിരച്ചിൽ നടത്തി. ഇത് 3 ദിവസം തുടർന്നു. പിന്നീട് ശാസ്ത്രീയ പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ആത്മഹത്യ ചെയ്തിരിക്കാൻ സാധ്യതയില്ലെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. അന്വേഷണത്തിൽ ഇയാൾ ബാംഗ്ലൂരിലേക്ക് കടന്നെന്നാണ് പ്രത്യേക പോലീസ് സംഘം മനസ്സിലാക്കുകയും അവിടെ ക്യാമ്പ് ചെയ്ത് അന്വേഷണം തുടങ്ങുകയും ചെയ്തു. പഞ്ചാബി ഹൌസ് മോഡലിൽ ഇയാൾ മറ്റൊരു പേരിൽ ജീവിക്കുകയായിരുന്നു. യൂബർ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന സിറാജിനെ മെജസ്റ്റിക്കിൽ വെച്ചാണ് കണ്ടെത്തിയത്. കടക്കാരെ അഭിമുഖീകരിക്കാൻ മടികൊണ്ടാണ് നാട് വിട്ടതെന്നായിരുന്നു ഇയാളുടെ പോലീസിനോടുള്ള വിശദീകരണം. സിറാജിനെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കിയ ശേഷം വെറുതെ വിട്ടു. ന്യൂസ് 18 പാലക്കാട്. പെൺമക്കളെ വിവാഹം കഴിപ്പിച്ചയച്ചാലും അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അച്ഛനമ്മമാർക്കുണ്ട്. എന്നാൽ കാസർഗോഡ് സംരക്ഷണം കൊടുക്കേണ്ട ഒരു ഉപ്പ മകളോട് കാട്ടിയ ക്രൂരതയെക്കുറിച്ച് അറിയണം. വിവാഹിതയായ യുവതി കുഞ്ഞുമൊത്ത് സ്വന്തം വീട്ടിലെത്തിയപ്പോഴാണ് പിതാവിൻ്റെ ഭാഗത്തു നിന്ന് ലൈംഗിക അതിക്രമം ഉണ്ടായത്. യുവതിയുടെ പരാതിയിൽ 58-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ രാത്രി അതിക്രമം ഉണ്ടായതോടെ ഭയന്നു വിറച്ച യുവതി സംഭവത്തെക്കുറിച്ച് ആദ്യം മറ്റാരോടും പറഞ്ഞില്ല. പിന്നീട് രാവിലെയാണ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത്. കാസർഗോഡ് പടന്നയിൽ ശാരീരിക പരിമിതിയുള്ള മകളെയാണ് പിതാവ് ലൈംഗികമായി പീഡിപ്പിച്ചത്. 5 വയസ്സുള്ള പേരക്കുട്ടിയുടെ മുന്നിൽ വെച്ചാണ് മകളെ ഇയാൾ പീഡനത്തിനിരയാക്കിയത്. ഭർത്താവില്ലാതെ യുവതി കഴിഞ്ഞ ദിവസം കുട്ടിക്കൊപ്പം സ്വന്തം വീട്ടിലെത്തിയതായിരുന്നു. അതിനിടെയാണ് രാത്രിയിൽ സ്വന്തം പിതാവിന്റെ ഭാഗത്തു നിന്ന് ലൈംഗിക ചൂഷണം നേരിട്ടത്. നാണക്കേട് കാരണം വീട്ടുകാർ ആദ്യം സംഭവം മറച്ചുവെച്ചുവെങ്കിലും പേരക്കുട്ടി ഇക്കാര്യം ബന്ധുക്കളോട് പറഞ്ഞു. ഇതോടെ യുവതി രാവിലെ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ മാനസികമായി തകർന്ന യുവതിയെ പോലീസ് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ കൗൺസിലിംഗിന് വിധേയയാക്കി. അതിനുശേഷം പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. ബലാത്സംഗ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത 58-കാരനെ ഹോസ്ദുർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. IT ഹബ്ബായ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പുലർച്ചെ ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി യുവതിയെ ബലാത്സംഗം ചെയ്ത വാർത്ത അങ്ങേയറ്റം ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നെത്തി ടെക്നോ പാർക്കിലടക്കം ജോലി ചെയ്യുന്ന ഒട്ടേറെ യുവതികൾ ഇവിടെ വീട് വാടകയ്ക്കെടുത്തും പേയിങ് ഗസ്റ്റായും താമസിക്കുന്നുണ്ട്. അങ്ങനെ നഗരമേഖലയിലുണ്ടായ ഈ സംഭവം വലിയ സുരക്ഷാ വീഴ്ചയിലേക്കാണ് വിരൽ ചൂണ്ടിയത്. അക്രമിയെ തിരിച്ചറിയാൻ യുവതിക്ക് കഴിയാതിരുന്നത് അന്വേഷണത്തിൽ വലിയ വെല്ലുവിളിയായി. ഒടുവിൽ പ്രതിയെ കണ്ടെത്തിയതോടെ പോലീസിന് ആശ്വാസം. തമിഴ്നാട് സ്വദേശിയായ ലോറി ഡ്രൈവറെ മധുരയിൽ നിന്നാണ് പിടികൂടിയത്. പ്രതിയുടെ പേരോ മറ്റു വിവരങ്ങളോ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഹോസ്റ്റൽ മുറിയിൽ വെച്ച ലൈംഗിക അതിക്രമത്തിന് ഇരയായ IT ജീവനക്കാരിക്ക് ഇപ്പോഴും ആ നടുക്കം വിട്ടുമാറിയിട്ടില്ല. ഉറക്കത്തിനിടെയുണ്ടായ ആക്രമണമായതുകൊണ്ട് അക്രമിയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പ്രതിയെ കണ്ടെത്തുക പോലീസിന് ഏറെ ദുഷ്കരമായിരുന്നു. എന്നാൽ നഗരമേഖലയിലെ CCTV എല്ലാം പരിശോധിച്ചതോടെ അക്രമിയെക്കുറിച്ച് ചെറിയ സൂചനകൾ ലഭിച്ചു. ഒടുവിൽ പോലീസിന് ആശ്വാസമായി പ്രതിയുടെ അറസ്റ്റ്. തമിഴ്നാട് സ്വദേശിയായ ലോറി ഡ്രൈവറെ മധുരയിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്.
വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഹോസ്റ്റൽ മുറിക്കുള്ളിൽ കയറി 25-കാരിയായ IT ജീവനക്കാരിയെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചത്. ഇരുനില കെട്ടിടത്തിന്റെ 2ാം നിലയിലാണ് യുവതിയുടെ മുറി. റൂംമേറ്റ്സ് കൂടെയില്ലെന്നും നൈറ്റ് ഡ്യൂട്ടിയിലാണെന്നും കൃത്യമായി മനസ്സിലാക്കിയാണ് പ്രതി കൃത്യം നടത്തിയത്. ഈ മുറിയിൽ യുവതി മാത്രമാണ് ഉണ്ടായിരുന്നത്. മറ്റു മുറികളിലെല്ലാം ഒന്നിലേറെ പേരുണ്ടായിരുന്നു. യുവതി ഉറങ്ങിക്കിടക്കുന്നതിനിടെയാണ് അതിക്രമം. കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഹോസ്റ്റലിൽ CCTV ഇല്ലാത്തത് പോലീസിനെ കുഴക്കിയിരുന്നു. നഗരത്തിലെ അടക്കം CCTV കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത്. നഗരത്തിലെ ഹോസ്റ്റലുകളിൽ CCTV സൗകര്യവും സെക്യൂരിറ്റി സംവിധാനവും ഏർപ്പെടുത്തണം എന്ന പോലീസ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. മലയാളം തമിഴ് സിനിമകളിലൂടെ പ്രശസ്തനായ നടൻ അജ്മൽ അമീറിന്റെ ഒരു സെക്സ് ചാറ്റ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അജ്മൽ അമീറും ഒരു യുവതിയും തമ്മിലുള്ള വീഡിയോ കോളാണ് പുറത്തു വന്നിരിക്കുന്നത്. ലൈംഗിക ചുവയോടെയുള്ള സംഭാഷണത്തിനിടെ യുവതി അജ്മലിനോട് താൻ വിവാഹിതയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിനു മറുപടിയായി അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്നും താമസ സൗകര്യം ഒരുക്കുമെന്നും അജ്മൽ പറയുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അജ്മൽ തന്നെ വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അജ്മൽ അമീറിന്റെ പേരിൽ സെക്സ് ചാറ്റ് ഓഡിയോ ക്ലിപ്പുകൾ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. ഒരു പെൺകുട്ടിയുമായി ലൈംഗിക ചുവയോടെ സംസാരിക്കുന്ന അജ്മലിന്റെ ശബ്ദരേഖ സോഷ്യൽ മീഡിയയിൽ നിമിഷ നേരം കൊണ്ട് വൈറലായി മാറി. പിന്നാലെ അജ്മലിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ സജീവമായി. സംഭാഷണത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് പുറത്തു വന്നതെന്നും പരസ്പര സമ്മതത്തോടെ നടത്തിയ കാര്യം എങ്ങനെയാണ് അജ്മലിന് മാത്രം കുറ്റമാകുന്നതെന്നാണ് ഒരു വിഭാഗം ചോദിക്കുന്നത്. സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യം പൊതുസമൂഹം അറിയണമെന്ന് മറുഭാഗവും വാദിക്കുന്നു. ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ AI നിർമ്മിതമാണെന്ന് അജ്മൽ പറയുന്നത്. പുറത്തു വന്ന ക്ലിപ്പ് ഫാബ്രിക്കേറ്റഡ് ആണെന്നും AI നിർമ്മിതമാണെന്നും അജ്മൽ പറയുന്നു. തന്റെ കരിയർ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും അജ്മൽ വാദിക്കുന്നു. തന്നെ സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകർക്ക് നന്ദിയെന്നും തന്റെ മുന്നോട്ടുള്ള യാത്രയുടെ കാരണക്കാർ അവരാണെന്നും അജ്മൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമാണ് പാരീസിലെ ലൂവ്ർ. മൊണാലിസ ചിത്രവും നെപ്പോളിയന്റെ ആഭരണങ്ങളും ഉൾപ്പെടെ വിലയേറിയതും പുരാതനവുമായ 33,000-ലധികം അമൂല്യ വസ്തുക്കളുടെ ശേഖരമുണ്ട് അവിടെ. എന്നാൽ അതീവ സുരക്ഷയുള്ള ലൂവ്ർ മ്യൂസിയത്തിലുണ്ടായ മോഷണം ഏവരെയും ഞെട്ടിച്ചിരിക്കുന്നു. മ്യൂസിയത്തിൽ നിന്ന് 9 ആഭരണങ്ങൾ കവർന്നെന്നാണ് വിവരം. മുഖംമൂടി ധരിച്ച് മ്യൂസിയത്തിൽ അതിക്രമിച്ചു കയറിയ 3-അംഗ സംഘം കവർച്ചയ്ക്ക് ശേഷം ഒരു സ്കൂട്ടറിൽ രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നതിൽ വ്യക്തതയില്ല. വിലമതിക്കാനാകാത്ത 9 ആഭരണങ്ങളാണ് മ്യൂസിയത്തിൽ നിന്ന് കവർച്ച ചെയ്തത്. 3 പേരാണ് കവർച്ചാ സംഘത്തിൽ ഉണ്ടായിരുന്നത്. 3 പേരും മുഖം മൂടി ധരിച്ചിരുന്നു. 2 പേർ ചില്ല് തകർത്ത് മ്യൂസിയത്തിനകത്തേക്ക് കയറി. പിന്നീട് 9 ആഭരണങ്ങളും മോഷ്ടിച്ച് മോട്ടോർ വാഹനത്തിൽ രക്ഷപ്പെട്ടു. ഇവർ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദമായ പരിശോധനകൾ നടന്നു വരികയാണ്. ഒരാഭരണം പുറത്തുനിന്ന് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. അത് ഫ്രാൻസിലെ രാജ്ഞിയായിരുന്ന യൂജിൻ രാജകുമാരി ഉപയോഗിച്ച രത്നങ്ങളാണ്. അതിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ആദ്യഘട്ട പരിശോധനയിൽ വ്യക്തമായിട്ടുള്ളത്. എങ്ങനെയാണ് ഈ മോഷ്ടാക്കൾക്ക് ഇതിനുള്ള അവസരം ലഭിച്ചത് എന്ന കാര്യം കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ പറയാനാകൂ. മൊണാലിസ ഉൾപ്പെടെയുള്ള വിലമതിക്കാനാകാത്ത സുപ്രധാനമായ വസ്തുക്കളാണ് ഈ മ്യൂസിയത്തിൽ ഉള്ളത്. ഇവിടെ നിന്ന് മൊണാലിസയുടെ ചിത്രം പോലും ഒരു തവണ മോഷണം പോയിരുന്നു. 1911 മ്യൂസിയത്തിൽ നിന്ന് മൊണാലിസയുടെ ചിത്രം മോഷണം പോയത്.
അവിടെ അറ്റകുറ്റപ്പണികൾക്കെത്തിയ ഒരു ജീവനക്കാരനാണ് അന്ന് മോണോലിസയുടെ ചിത്രം കടത്തിക്കൊണ്ടുപോയത്. പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷം ഫ്ലോറൻസിൽ നിന്ന് ഈ ചിത്രം വീണ്ടെടുക്കുകയായിരുന്നു. തുടർന്ന് ഈ മ്യൂസിയത്തിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. അതിനെയെല്ലാം വെട്ടിച്ചാണ് ഇപ്പോൾ വീണ്ടും മോഷണം നടന്നിരിക്കുന്നത്. 1546 ഫ്രാൻസിലെ രാജകുടുംബം നിർമ്മിച്ച കൊട്ടാരമാണ് പിന്നീട് മ്യൂസിയമായി മാറിയത്. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഈ കൊട്ടാരം ജനങ്ങൾക്ക് കാണുന്നതിനായി തുറന്നുകൊടുത്തു. അവിടെ വിലപിടിപ്പുള്ള നിരവധി വസ്തുക്കളാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അത് പല കാലഘട്ടങ്ങളിൽ രാജാക്കന്മാരും രാജ്ഞിമാരും ഉപയോഗിച്ചതാണ്. 10 ഫുട്ബോൾ മൈതാനത്തോളം വലിപ്പം വരും ഈ പ്രദർശനശാലയ്ക്ക്. അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷയുള്ള ഈ പ്രദർശനശാലയിൽ കടന്ന് കള്ളൻ ഒരു മോഷണം നടത്തിയെന്നത് ഫ്രാൻസിലെ ജനതയ്ക്ക് വിശ്വസിക്കാനാകുന്നില്ല. കൊച്ചി കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ സ്വതന്ത്ര ചിന്താഗതിക്കാരെന്ന് അവകാശപ്പെടുന്ന എസൻസ് ഗ്ലോബലിൻ്റെ സമ്മേളനം നടക്കുന്ന സമയം. എഴുത്തുകാരി തസ്ലീമ നസ്രീൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ദിവസമാണ്. രാവിലെ മുതൽ നിരവധി പേർ നിരീശ്വരവാദികളുടെ സമ്മേളന സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അതിനിടെയാണ് എല്ലാവരെയും ആശങ്കയിലാഴ്ത്തി പോലീസിൻ്റെ കടന്നുവരവ്. ഒരു യുവാവിനെ പരിശോധിച്ചപ്പോൾ തോക്ക് കണ്ടെത്തിയതാണ് പരിഭ്രാന്തി പരത്തിയത്. കേസിൽ ഉദയംപേരൂർ സ്വദേശി അജീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഡിവൈഎഫ്ഐ നേതാവ് വിദ്യാധരൻ കൊലക്കേസിലെ സാക്ഷിയാണ് പിടിയിലായ അജീഷ്. പ്രതികളിൽ നിന്ന് വധഭീഷണിയുള്ളതിനാൽ ലൈസൻസുള്ള തോക്കുമായാണ് സ്ഥിരമായി സഞ്ചരിക്കുന്നതെന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകി. തസ്ലീമ നസ്രീൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കേണ്ട പരിപാടിയിൽ അജീഷ് തോക്കുമായി എത്തിയതാണ് ആദ്യം പരിഭ്രാന്തി സൃഷ്ടിച്ചത്. സുരക്ഷാ പരിശോധനയ്ക്കിടയിലാണ് അജീഷിന്റെ പക്കൽ തോക്ക് കണ്ടെത്തിയത്. ഇഷ്യൂ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരാൾ ഗണ്ണ് ഉപയോഗിച്ച് അകത്തേക്ക് കയറി. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരുന്നു. അപ്പോൾ തന്നെ പോലീസിന് ഇൻഫോം ചെയ്തു. പോലീസ് അത് CCTV പരിശോധിച്ച ആളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതിനുശേഷം അയാളെ കസ്റ്റഡിയിലായതിനു ശേഷം പോലീസ് മൊത്തം ഒന്ന് ബോംബ് സ്ക്വാഡിനെ വെച്ച് പരിശോധിക്കണം എന്ന് ആവശ്യപ്പെട്ടത് പ്രകാരം ഞങ്ങളത് എല്ലാവരും പുറത്തേക്കാക്കി. നിലവിൽ ഈ ഗണ്ണുമായിട്ട് അകത്ത് കയറിയ ആള് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. മുൻകൂട്ടി രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു, സ്പോട്ടിലും രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി രജിസ്റ്റർ ഒക്കെ ചെയ്തിട്ടാണ് കയറിയിട്ടുള്ളത്. പിന്നെ ടാഗൊക്കെ ഇട്ടിട്ടാണ് കയറിയിട്ടുള്ളത്. അത് നമ്മളെ സെക്യൂരിറ്റി ചെക്കപ്പ് ഓൾറെഡി ഉണ്ടായിരുന്നു. ദേഹപരിശോധന ഒക്കെ നടത്തിയിരുന്നു. അപ്പൊ ആ സമയത്ത് ഇത് ഐഡന്റിഫൈ ചെയ്തിരുന്നു. പുള്ളി ലൈസൻസ് ഉള്ളതാന്ന് പറഞ്ഞ് പെട്ടെന്ന് അകത്തേക്ക് കയറുകയാണ് ചെയ്തത്. ഉടൻ തന്നെ പോലീസ് അജീഷിനെ കസ്റ്റഡിയിലെടുത്തു. വിശദമായ ചോദ്യം ചെയ്യലിലാണ് വിദ്യാധരൻ കൊലക്കേസിലെ സാക്ഷിയാണ് അജീഷ് എന്ന് പോലീസിന് മനസ്സിലായത്. പരിപാടിക്കെത്തിയതാണെന്നും ജീവന് ഭീഷണിയുള്ളതിനാലാണ് തോക്ക് സൂക്ഷിച്ചതെന്നും ഇയാൾ പറഞ്ഞു. തോക്കിന് ലൈസൻസ് ഉണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പരിപാടി അല്പസമയം നിർത്തിവെച്ചുവെങ്കിലും പരിശോധനകൾക്ക് ശേഷം പുനരാരംഭിച്ചു. ഡിവൈഎഫ്ഐ നേതാവായിരുന്ന വിദ്യാധരനെ 2003 സെപ്റ്റംബർ 13 തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രധാന സാക്ഷികളാണ് അജീഷും പിതാവും. കഞ്ചാവ് സംഘത്തിനെതിരെ പ്രതികരിച്ചതാണ് വിദ്യാധരന്റെ കൊലയിലേക്ക് നയിച്ചത്. പ്രതികളെക്കുറിച്ച് സൂചനകളൊന്നും ലഭിക്കാതിരുന്ന സമയത്താണ് തന്റെ കാസറ്റ് കടയിൽ ഒരു കല്യാണത്തിന്റെ വീഡിയോ കാസറ്റ് ലഭിച്ചത്. അതിൽ പ്രതി ഭക്ഷണം കഴിക്കുന്നത് അജീഷിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ദൃശ്യങ്ങൾ പോലീസിനും മാധ്യമങ്ങൾക്കും നൽകി. ഇതേ തുടർന്നാണ് വിദ്യാധരൻ വധക്കേസിലെ പ്രതി അറസ്റ്റിലായത്. സാക്ഷി പറഞ്ഞതിന് അജീഷിനെ അതിക്രൂരമായി ആക്രമിച്ചിരുന്നു. 41 വെട്ടേറ്റ അജീഷിന്റെ അതിജീവന കഥ അത്ഭുതപ്പെടുത്തുന്നതാണ്. വിദ്യാധരൻ കേസിലെ 1-ാം പ്രതിയായിരുന്നു അജീഷിനെ ആക്രമിച്ച കേസിലെയും പ്രതി. ന്യൂസ് 18 കൊച്ചി. വിദേശത്ത് നിന്ന് വിമാനമാർഗം കേരളത്തിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്ന വലിയ മാഫിയ സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. യുവാക്കളെ ഉപയോഗിച്ചാണ് ലഹരിക്കടത്ത്. അവർക്ക് വിദേശ വിസയും ടിക്കറ്റും എടുത്തു കൊടുക്കും. പിടിക്കപ്പെടാതെ സുരക്ഷിതമായി ലഹരി എത്തിച്ചാൽ വൻ തുക കമ്മീഷൻ. തൃശൂർ സ്വദേശി ലിജീഷിനെ കരിപ്പൂരിൽ വെച്ച് പിടികൂടിയപ്പോഴാണ് ഈ മയക്കുമരുന്ന് മാഫിയയെക്കുറിച്ച് വിവരം ലഭിച്ചത്. ഒമാനിൽ നിന്ന് വിമാനമാർഗം എത്തിയ ലിജീഷിൽ നിന്ന് 1 കിലോ MDMA പിടിച്ചെടുത്തു. വിമാനത്താവളത്തിൽ നിന്ന് പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങിയ യുവാവിനെ കരിപ്പൂർ പോലീസാണ് പൊക്കിയത്.
വിമാനത്താവളത്തിന് പുറത്തുവച്ചാണ് വൻ മാരക രാസലഹരി പിടികൂടിയത്. 1 കിലോ MDMA-യുമായി ഒമാനിൽ നിന്നെത്തിയ യാത്രക്കാരനെ കരിപ്പൂർ പോലീസും ഡാൻസ സംഘവും ചേർന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തൃശൂർ കൊരട്ടി സ്വദേശി പഴയക്കര വീട്ടിൽ ലിജീഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. 3-ാം തീയതി ഒമാനിലേക്ക് പോയ ലിജീഷ് മടങ്ങി വരുമ്പോഴാണ് ലഹരിമരുന്ന് ഒളിപ്പിച്ചു കൊണ്ടുവന്നത്. ഒമാനിൽ നിന്ന് എയർ ഇന്ത്യ വിമാനത്തിൽ രാവിലെ കരിപ്പൂരിലെത്തിയ ലിജീഷ് പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് പിന്നാലെ പോലീസ് പിടികൂടുകയായിരുന്നു. കാർഡ്ബോർഡ് പെട്ടിയിലാക്കി 21 ചെറിയ പാക്കറ്റുകളിലാക്കി ഒളിപ്പിച്ച നിലയിലാണ് ലിജീഷ് മയക്കുമരുന്ന് എത്തിച്ചത്. വിമാനത്താവളത്തിലെ എല്ലാ പരിശോധനയും പൂർത്തിയാക്കിയതിനു ശേഷമാണ് ലിജീഷ് പുറത്തിറങ്ങിയത്. തുടർന്ന് വിമാനത്താവളത്തിന്റെ പുറത്തു നടത്തിയ പരിശോധനയിൽ സംശയം തോന്നിയ പോലീസ് ലിജീഷിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് യുവാവ് കുറ്റം സമ്മതിച്ചത്. മയക്കുമരുന്ന് കടത്തിനെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 തിരൂർ. നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്. അതിൽ നിരവധി മനുഷ്യരെ കണ്ടുമുട്ടാം. ലക്ഷ്യത്തിലേക്ക് കുറേ ദൂരമുണ്ടെങ്കിലും ഒരു യാത്രയുടെ സന്തോഷം വഴിയോര കാഴ്ചകൾ ആസ്വദിക്കുന്നതാണ്. വഴിയിൽ കാണുന്ന മനോഹര കാഴ്ചകളെയും മനുഷ്യരെയും ഇഷ്ടപ്പെടുന്നവർക്ക് ജീവിതം ആസ്വദിക്കാൻ കഴിയും. ഇഷ്ടവും സ്നേഹവും നമ്മളിൽ പോസിറ്റീവ് വികാരം സൃഷ്ടിക്കും. അതേസമയം ഒരു യാത്രയിൽ അടുത്തുള്ളവരോടെല്ലാം അസഹിഷ്ണുതയോടെ പെരുമാറുന്നവരുണ്ട്. മറ്റുള്ളവരിൽ വെറുപ്പുളവാക്കുന്ന രീതിയിൽ ഇടപെടുന്നവർ. അങ്ങനെയുള്ള മനുഷ്യർ വെറുപ്പും വിദ്വേഷവും വിതയ്ക്കും. ഒരു വ്യക്തിയോടോ ജോലിയോടോ സ്ഥാപനത്തോടോ വെറുപ്പ് വെച്ചു പുലർത്തുന്നത് സ്വയം നശിക്കുന്നതിന് തുല്യമാണ്. നമ്മൾ വിഷം കഴിച്ചാൽ മറ്റൊരാൾ മരിച്ചതായി കേട്ടിട്ടുണ്ടോ? അതുപോലെ തന്നെയാണ് ജീവിതവും. നമ്മുടെ ചിന്തകളും മനോഭാവവും എങ്ങനെയായിരിക്കും, അവിടെയാണ് ജീവിത വിജയം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.